മത്തായി സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടു. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. റെഡി? 1 2 3 4. പൈപ്പിലുണ്ട്, കിണറ്റിലുണ്ട്. കുഴപ്പമൊന്നുമില്ല. അമ്മ ഫ്രീ ആക്കാനെന്ന് പറഞ്ഞു. അമ്മ എന്നും സ്ഥിരം അവിടെ വെളിയിൽ താഴെ ഇറങ്ങാതിരിക്കും ഒരു വേലത്തിനെയും കേട്ടാ മുകിലെ അതൊക്കെ എടുത്ത് ഒന്ന് ചിരിച്ചേ. ഓ, ഞാൻ അടുത്ത് വന്നു. മയിൽ മയിൽ എന്നെ നോക്കൂ. റെഡി റെഡി. ക്യാമറയ്ക്കകത്ത് കയറി.
ഒരു നുള്ളി അകലയിടാം, അല്ലെങ്കിൽ ചുമ എല്ലാം തരാം. ഒരു പിഞ്ച് ഒരു പിഞ്ച് ആ പിള്ളേരെവിടെ ഇത്? ഷൂട്ടിങ് കിടക്കുന്നു. രണ്ടിന് കമ്പ കുറച്ച് തീ മതി, കാരണം തിളച്ചല്ലോ, ഇനി കുറച്ച് മതി. ഒരുപാടായി നമുക്ക് ജോലിയില്ല. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് വയ്ക്കണ പാട് മാത്രമേ ഉള്ളൂ. അവരൊക്കെ ക്രിക്കറ്റ് കളിക്കണം, നീ അറിഞ്ഞ? നമുക്ക് കാണാം, വാ. ഇന്ദു വേഗമാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറക്കി അരിഞ്ഞു തീർന്നിട്ടില്ല, അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. ചപ്പാത്തി പല വേണ്ട പറഞ്ഞിരുന്നില്ലേ ഓരോ കത്തി ഇപ്പൊ കൊണ്ടുവന്നു നമ്മള് ചോദിച്ചില്ല അവിടെ ചോദിച്ചില്ല കത്തി കാണൂടാ ഉണക്കുള്ളി ഈ കുട്ടി ഇവിടത്തെ കുട്ടി ഗൗരി കുട്ടി കല്യാണ പെണ്ണേളായ കുട്ടി. അയ്യോ എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ. അതല്ല, അയാൾ ആരാ? ചേട്ടന്റെ പേരെന്താ? യു മീൻ നെയിം? റെഡ്ഡി. റെഡ്ഡി. ഫുൾ നെയിം എന്താ? രാജശേഖര റെഡ്ഡി. നല്ല പേരല്ലേ, രാജശേഖർ റെഡ്ഡി. വെങ്കടേശ്വര രാജശേഖര రెడ్డి. యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. వెరీ నైస్. గొట్టపెట్ట శ్రీనివాస అల్లరి నాగేంద్ర విజయవాడ అల్లుడు గొప్ప యదుగురి వెంకటేశ్వర రాజశేఖర రెడ్డి. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ഛോ, എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, ബാക്ക് സൈഡ് ഉണ്ട്. നാമനമായ ഉള്ളി വലിക്കണ വെറുതെ വീഡിയോയില് മൊത്തം പാടുള്ളൂ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ അങ്ങനെ അങ്ങനെ അങ്ങനെ
നിങ്ങളത് കഴിക്കും. ഫുള്ള് നമ്മളത് കവറേജ് കൊണ്ടുപോയി. അത് മുറിയല്ലേ ഓ ചെറുതായിട്ട് മുറി ഈ കച്ചൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല പഴത്തിന്റെ ഒരു കഴിക്കുമ്പോ അതാണ് അതും കൂടെ വില കൂടിയ സാധനമാണ്. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം ചായ വെക്കാറായ വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ നിങ്ങളൊന്ന് പലഹാരം വേണോ ശ്രാവണേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ഓട്ടിച്ച് വിട്ടതാണ് അവൻ. ഞാൻ അടുത്ത മാസം ഡേറ്റ് ഫിക്സ് ചെയ്യായിരുന്നു. ആശരോടെ പോയി ആ കൂട്ടത്തിൽ നടന്നാലേ നടക്കൂ. കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവരും റോഡൊന്നും മിണ്ടൂല, റോഡൊന്നും മിണ്ടൂല. ഞാൻ വരട്ടിയാണ് വെച്ചേക്കണത്. എന്തിനറിയുമോ? അടുത്ത പ്രാവശ്യം മട്ട മതിയായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. വേണ്ട കുഞ്ഞെ, ഒരുപാട് ഒന്നും മിക്സ് ചെയ്താക്കണ്ട. എല്ലാരും ഓരോന്നോ രണ്ടെണ്ണോ ഇത് അമ്മ അത് പിള്ളേ അവ രാവിലെ കഴിച്ചു. ഇതിന് നമ്മൾ സ്ഥിരം എന്തോ അവള് മാറ്റി ഇത് തീർന്നില്ല.
തിന്നില്ലേ? ഞാനിത് തിന്നല്ല. കഴുത്തു അതിട്ട് നീ ഭിത്തി വരച്ച് കഴി. ആഹാ, അയ്യോ ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴിയട കഴുത. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാൾ എടുപ്പിക്കാന്നുള്ള വിചാരം. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും. കഴുകി വെച്ചത് മക്കൾ ഒരു പാട്ട് പാടിക്കൊടുക്കണം. പച്ചക്കിളിയെ പാടിക്കൊടു. പാടിക്കൊടു. ഉറക്കപ്പാട്. ഉറക്കപ്പാട്. നോയിക്കോ. അരക്കിലോ ഇഞ്ചി 250. പിന്നെ പച്ചമുളക്. മാമിയെ കൂടി ചേർത്ത് വെച്ചോടെ മുകിലെ ചായ ഒഴിച്ചു കൊണ്ടുകൂടെ പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. എന്റെ ഗൗരിക്കണ എന്തായിരുന്നു ഇതിനല്ലേ ഇങ്ങോട്ടോ മുകിലെ അങ്ങോട്ട് ഇത് വിത്തൗട്ടല്ലേ? വിത്തൗട്ട് കൂടുതലാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഒഴിക്കാൻ പോകും. ഇതിലല്ലേ ഒഴിക്കേണ്ടത്? മതിയാ അതിൽ വെച്ചാൽ അതിൽ കലത്തി വെച്ചാൽ ബാക്കി എന്നാ പിടിച്ചോ. കണ്ണം വന്നു ചായ വീട്ടിൽ കൊടുക്കാം എല്ലാവർക്കും. കണ്ണം വന്നു. വേണ്ട അവൻ കൊണ്ട് കൊടുക്കും. വിത്തൗട്ടാണ്. ശരിയാണ്. 2 3 4 വിത്തൗട്ടേ വെളിയിലുള്ളൂ എന്ന് തോന്നുന്നു. ഒരെണ്ണം അങ്ങോട്ട് വേണമെങ്കിൽ കൊടുക്കാം. ബാക്കിയുള്ളത് ഇവിടെയാണ്. വേണമെങ്കിൽ ഉണ്ടേ. ആർക്ക് വേണോന്ന് കൂടെ ചോദിച്ചിട്ടോ. അതുവരെ ഓടി വന്ന് എന്റെ ഈശ്വര എവിടെ മണം? ആഹാ ഓ അത് തന്നെ. അതെ വരാ അച്ഛാ അടുക്കളയിൽ ജോലി എടുക്കുന്നു. ചുമ്മാ ഇരിക്കണല്ല. വഴിയിലുണ്ടോ? ഇപ്പൊ വേണ്ട.
മതിയല്ല ഒഴി മതി 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 ഇനി ദമ്മിടുമ്പം തക്കാളി ഇരിക്കാനെ പിടിഞ്ഞിട്ടോ ചെറിയ കറി ഇങ്ങോട്ട് ഇപ്പം ഇതുണ്ട് ഇങ്ങോട്ട് മാറ്റി വേണ്ട തൊലി എടുക്കാമല്ലോ. പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്തത്? ഞാനാ. ആ അതെന്നെ എങ്ങനെ ഒരു ബക്കറ്റില് വെള്ളം നല്ല വെള്ളം എടുത്തുണ്ടായേ ടൈലില് അത് പപ്പടം വെറുക്കാൻ പിടിക്കണേ നിനക്ക് വീഡിയോ ഇളക്കണം ഞാൻ ഇത് ഇപ്പോഴേ പറഞ്ഞു ഒരുമാതിരി പറഞ്ഞു ഞാൻ ചെറുതായിട്ട് ചോക്കി ഇളക്കോളൂ എണ്ണം തെറ്റി അയ്യോ സിസ്റ്റേഴ്സ് മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. നമ്മള് സഹോദരിമാരാണെന്ന് ചോദിച്ചത്. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയുന്ന ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ ഞാനാണ് അതെന്റെ ഇളക്കി നോക്ക് അതിന്റെ അമ്മ കത്തിക്കാത്തത് എന്നെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കാണിടി തട്ടി പിടിച്ച് വെച്ചോണ്ടിരിക്കാണ് തന്നത്. എത്ര നീ 14 വേണ്ട 12 വെച്ചാണ് ഞാനത് നമുക്ക് കളച്ചുള്ള ഒഴിക്കുന്നത് കണ്ണി ആവാതിരിക്കാനാണ് പറഞ്ഞത്. കുഞ്ഞയ്ക്ക് കൊതി തോന്നുന്നില്ല ഇത് തിളക്കാൻ. അത് തന്നെ എനിക്ക് മനസ്സിലായി. നോട്ടം കണ്ടപ്പോഴേ തിളച്ചു വരുമ്പോ ഭയങ്കര അല്ലെങ്കിൽ എനിക്ക് ഇളക്കണമെന്നുണ്ടായിരുന്നല്ലോ. അത് ലാസ്റ്റ് ശരി അപ്പൊ ഒരു പാത്രത്തിൽ മാറ്റി 26, 27, 28 വെള്ളമില്ല. ഇത് പണി നടക്കുന്നു. നിങ്ങളെ കുടുംബത്തേക്ക് പകുതി മതി രണ്ട് പാത്രം വെള്ളം കാണും. മുളക് അവിടെ ഒരു പാത്രത്തിലോ നിനക്ക് തക്കാളി വേണം തക്കാളി വേണമെന്നില്ല വേണോ എനിക്ക് പച്ചമുളക് കീറിയിട്ട് അതിന്റെ മണം പറഞ്ഞ കീറിയിടുവല്ലേ നിനക്ക് കിട്ടുക ചോട്ടി അത്
പിന്നെ അതിലൊരു പാത്രം കൊണ്ട് വെച്ചത് നിറച്ചുകൊണ്ട് വെച്ചത്. വെള്ളം കൊണ്ടായിരുന്നു. അത് വാ തുറന്നാ പിന്നെ അടക്കില്ല. ഈ കത്തിച്ചിന് ഇളക്കിയിട്ട് പറഞ്ഞതാണ്. ഞാൻ പിന്നെ വിളിച്ച് 1/2 കിലോ എന്ന് പറഞ്ഞു. 1 കിലോ തികയില്ല. അതേപോലെ 1/2 കിലോ വെളുത്തുള്ളിയും വേണമെന്ന് കത്തനാടി അവിടെ ഞാൻ ചിരട്ട വെച്ചിട്ടുണ്ട്. അത് കത്തുമ്പോ നീക്കി കൊടുക്കും. നീ എന്തിനു കിട്ടിക്കൊണ്ടിരുന്നേ ഉടനെ നീ അതിനെ തൊട്ടേ എന്താ തിളക്കണതേ ഉള്ളൂ. വീഡിയോ ഓണാക്കി അപ്പ അതവിടെ കിടക്കട്ടായിരുന്നു. അവിടെ കിടക്കട്ടെ കഞ്ഞി വെച്ചാ തെങ്ങിന്റെ പൂവൊന്നും പിടിയില്ല. അപ്പൊ അവിടെ കെട്ടി തൂക്കി അങ്ങനെ ഇട്ടേക്കണം. മരുമോളെയോ ആക്കി വീഡിയോയിൽ തുറന്നാ മാമി തുറന്നോ? കറിവേപ്പില മഞ്ഞപ്പൊടി മസാല ഇത് ഒരുമാതിരി തന്നെ മറ്റേത് കുറച്ചൊന്ന് ചതച്ചെടുത്ത് ഇത് വേണ്ട മഞ്ഞപ്പൊടി ഇട്ടല്ല. ചിക്കൻ വരട്ടണം എന്ന് പറ. ദമ്മിടുമ്പോ കുറച്ചുകൂടെ വേറെ കൊണ്ടുപോകണം. ഇത് താത്തി വെക്കുമ്പോ അതില് ചേട്ടി ആ പാത്രം നല്ല ചൂടുള്ള പാത്രമാണ്. ചൂടൊന്ന് വേഗം കുറേ മതി ഈ വെള്ളം അത്തോടെ അങ്ങനെ അതോടെ താഴെ ഇറക്കി വെച്ചാൽ അത് ചോദിച്ചു വെളുത്തുള്ളി എന്തെന്ന് ഉള്ളി വിശക്കൂലേ? ഇട്ടത് മമ്മി ഇട്ടത് കറിയെടുത്ത് ഇറക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇറക്കാൻ പറ്റും.
അതെ തൈരാ തൈര് സലാഡിന് വേണമല്ലോ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പൊരിക്കാനല്ലേ ഇനി ഉള്ളി ഇട്ടിട്ട് നമ്മള് അരിഞ്ഞിട്ട് വലിയ പീസ് അല്ല ചെറിയ 2 പീസ് പിള്ളേരെ ചെറിയ മറ്റേ വലിയ പീസ് കഴിക്കില്ല. അത് 6 പീസ് ഞാൻ അത് 8 ഇട്ടാക്കിയത്. പൊരിച്ചെങ്ങനെയല്ല ഉള്ളിയില് മസാല ചെയ്യുന്നു. അതിലും ഇതിലും കൂടെ ആകുമ്പോഴത്തേക്ക് പിടിക്കും. ഇതില് മാത്രം പിടിച്ചാൽ അത് ഞാൻ ഇടാൻ പറ്റും. ഉള്ളി അത് ചിക്കൻ പപ്പടം പൊരിച്ചിട്ട് എടുക്കാൻ പറ. പക്ഷെ അതിൽ അത് വെളിച്ചെണ്ണയാണെന്ന് ചോദിച്ചപ്പോ എണ്ണയും ചോദിച്ചത് അല്ല. അതിരിക്കുന്ന എന്തോന്നു അതിന് അത് പപ്പടം വെച്ച് അത് മാറ്റിയിട്ട് വെളിച്ചെണ്ണയിൽ വേണം ഉള്ളി എടുക്കാൻ. ചിക്കൻ പൊരിച്ചിട്ട് ഉള്ളി പറ്റില്ല. ഇത്തിരി നീളമുള്ളത് വേണം. പപ്പടക്കത്ത് പാവം മാമൻ കൊണ്ടു തന്നടാ. തലേ ചുറ്റിയുടെ ദൂരകളത്തിലാ എന്നെ കൊണ്ടാന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞു മഞ്ഞ പോലെ ഞാൻ എണ്ണ എടുക്കാനൂടെ കണ്ടോണ്ട് നിക്കണ കാര്യം. നീ അതിലെടുക്കുമ്പോഴേ എണ്ണ നിറച്ചിങ്ങോട്ട് വരണം. ചൂടായിപ്പോയി എണ്ണ. ഈ പപ്പടം പെട്ടെന്ന് പോകുന്ന പപ്പടാണ്. 10-20 എണ്ണം ഇവിടെ ഉണ്ട്. ഭയങ്കര വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കാണ്. കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഇളക്കാൻ. സ്പൂൺ ഇത് തൈരിന്റെ അപ്പൊ അത് മതി. എനിക്ക് ഇനി വെളിച്ചെണ്ണ കൊണ്ടെത്തും. എണ്ണ പൊട്ടിച്ചൊഴിക്കട്ടെ. ചെറിയ ചിരിച്ചട്ടിയില് ഗ്യാസിൽ വെച്ച് പപ്പടം കരുവേപ്പില മാറ്റാം. സൗകര്യം ഇത് നടക്കൂല. തീ കയറുന്നു. ഉള്ളിൽ തീ കയറും. ഗ്യാസിൽ വെച്ച് പപ്പടം മാത്രം വറുത്തെടുക്കാം. ബാക്കി നമുക്ക് തീ ഒന്നും ഇതാവത്തില്ല. ഗ്യാസ് ഉണ്ടല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വറുത്തെടുക്കാം. ഒരു 20-25 മിനിറ്റ് ഒന്ന് ചെയ്യാം. ചിക്കൻ ഒന്നും ഇതാവും. വെളിച്ചെണ്ണ പൊട്ടിക്കുമ്പോൾ ഒഴിച്ചേരെ. അതിലെന്നെ കുറഞ്ഞിട്ടു. ഈ പറയാതിരുന്ന മര്യാദക്ക് ഞാൻ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഞാൻ ചെയ്തോളാം ജോലി. നീ ഒന്നും ചെയ്യണ്ട. ഒതുങ്ങി ഇരുന്നാ മതി. അത് തന്നെ നേരത്തെ ഒതുങ്ങിയിരുന്ന് വേർത്താ മതി. കറിയൊക്കെ കഴിക്കൊണ്ടോട്ടെ. തക്കാളി എന്നിട്ട് മാറ്റി. നീ ഇത്രയാണ് തന്നത്. എന്നിട്ട് ഞാൻ മാറ്റി. ഉപ്പ് നോക്കണം. നമ്മൾ വീഡിയോ എടുക്കണം. അല്പം തരൂ. പുതിനയില്ല. പുതിനയാ കിടക്കട്ടെ. ഓക്കെ അല്ലേ? അവളോട് നിൽക്കുന്നത് ഞാൻ താന്നു. കിടക്കട്ടെ. വേണ്ടേ? കുറച്ച് വെച്ചാലേ കുറച്ചൊക്കെ പുതിനുണ്ട്.
പണിയുള്ളൂ. അതുവരെ നമ്മള് റെസ്റ്റ് ഇരിക്കുക. അല്ല, മാമിന്റെ അപ്പുറത്തിരിക്കുന്ന കസേര എടുത്ത് ചേട്ടനെ കൂടെ വിളി. മുട്ട എന്നേടാ മാറ്റി വേ. മുട്ടയ്ക്ക് മഞ്ഞ മാത്രം അല്ല തൊലിച്ചപ്പഴ ഒന്ന് പകുതിയും വെള്ളം ഇല്ല. അതൊന്നും ചെയ്യൂല. വലിയ അടപ്പ എന്നല്ല അടപ്പ അതിന് അടുപ്പിൽ വെച്ചാലല്ലേ പറ്റുള്ളൂ. ഇനി ഉള്ളി ഇറച്ചിയൊക്കെ അതാകില്ല അത് പരിപാടിയൊന്നുമില്ല. കണ്ണാ അവിടെ ഒരു കസേര വന്നിട്ട് തന്നാ മതിയാ. അല്ല നമ്മളിപ്പോ ഇന്ന് നമുക്ക് സംസാരിക്കാമല്ലോ. മാമൻ ശരി ശരി, അപ്പൊ മാമൻ തുടങ്ങി. ആദ്യം പറയാനുള്ളത്, എന്റെ വീട്ടിൽ വെച്ച് ആദ്യമായിട്ടാണ് നമ്മളെ വീട് വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒത്തുപോകുന്നത്, ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. അതിന് വലിയ സന്തോഷം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അണ്ണന്റെ കല്യാണ കാര്യം. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ അതിനെ നന്നായിട്ട് സഹകരിച്ച് നടത്താം. ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു പെണ്ണിനെ കണ്ട് ഞാൻ പോയി ചോദിച്ചു. അത് ഇഷ്ടപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ വലിയ സമ്മതം. ഇവനായിട്ട് അവർ വലിയ സമ്മതം അയക്കാനും പറഞ്ഞു. പറഞ്ഞുതരാം. അവർക്ക് 100% സമ്മതം. നമുക്ക് എവിടെ കേട്ടോ അവന് സമ്മതം, അവർക്ക് സമ്മതം, എനിക്ക് പൂർണ്ണ സമ്മതം. അപ്പൊ അത് അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. അവരുടെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ നടത്തുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ ഒരു 21 ഉണ്ട്. അപ്പൊ അത് ഈ കാര്യം പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ആണുങ്ങളെ അങ്ങോട്ട് വരാം. അത് നമ്മളെല്ലാം അങ്ങോട്ട് പോകണം. ആണുങ്ങൾ അങ്ങോട്ട് വരാം, കുറച്ച് പേര് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ്. അപ്പൊ അവർ അതിനുവേണ്ടി അവർ കാത്തിരിക്കും. 23 അവർ കാത്തിരിക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. സാമ്പത്തികം ഉണ്ടാക്കണം. അവിടെ പരീക്ഷ അവരുടെ വേറെ സംബന്ധങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കാം. എന്ന് പരീക്ഷ എനിക്ക് അറിഞ്ഞൂടാ. തുടങ്ങി കാര്യം കേള്. 27-ാം തീയതി എപ്പോ പോകണം, എങ്ങനെ പോകണം എന്നുള്ള കാര്യം തീരുമാനിക്കും. അതാണ് ഞാൻ അടുത്ത മാസം.
എല്ലാം മാറ്റിയിട്ടുണ്ട് മതി ഇത്തിരി. ഇത് നമുക്ക് തന്നുണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. അമ്മന്റെ ഒരു കാര്യം ചെയ്യണം, മിക്സ് ചെയ്യാതെ ഇത് പുരട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് കുഴച്ച് വെച്ച് അതിന്റെ 4 വണ്ടി ഉണ്ട്. 4 വണ്ടി ഉള്ളതിൽ ഗോപിയുടെ കാര്യം ഡൗട്ടാണ്. അപ്പൊ ആ വണ്ടി പറ്റൂല. മോഹൻ ചേട്ടന്റെ കേസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ പ്ലെയിൻ വരെ എടുക്കും. ശരി ശരി. അപ്പൊ എന്തോന്നാ മെനു എന്തോന്നൊക്കെ പറഞ്ഞു. എല്ലാരും കൂടെ വന്നാ ബുക്ക് കൊടുത്ത് വെച്ചുകൊണ്ട് ഇന്ന് തന്നെ എഴുതാം. അവിടെ 4 ബോൾ കൂടെ കഴിഞ്ഞിട്ട് ഒരു ചരിവുണ്ട്. ഇതില് നീ ശ്രദ്ധിച്ചോ, ഈ ഡയലോഗ് വേറൊരു ഡയലോഗ് അവിടെ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. മുളകുപൊടി, മല്ലിപ്പൊടി, മസാല, മഞ്ഞപ്പൊടി. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവും. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊടു കൊടു, ആ ചട്ടുകത്തിന് അടി കൊടു. കൊടു കൊടു, ചട്ടുകത്തിന് അടി കൊടു. നിനക്ക് നീ തന്നെ കൊടുത്തു. വരും തലമുറകളെ വേണം നമ്മൾ ഓരോന്നായിട്ട് പറയാം. ശരി. ബിരിയാണി അരി 4 കിലോ. ബിരിയാണി അരി 4 കിലോ 480. സവാള 5 കിലോ 200 രൂപ. സവാള 5 കിലോ 200 രൂപ. സവാള 5 കിലോ. ശരിയാ. വെളുത്തുള്ളി 1/2 കിലോ 80 രൂപ. 80. മസാല കൂട്ട് 1/4 കിലോ 160 രൂപ. 60. അടുത്ത മുന്തിരി 1/4 കിലോ 90 രൂപ. കുരുമുളക് 50 ഗ്രാം 45 രൂപ. കുരുമുളക് വേണേ. ഇത് വെച്ചിരിക്കണേ. ഇത് വെച്ചിരിക്കണേ. 45. വെളിച്ചെണ്ണ 1 കിലോ 235 രൂപ. 235. അടുത്ത് സൺഫ്ലവർ ഓയിൽ 1 കിലോ 155 രൂപ. 155.
അയ്യോ ഇതിപ്പോ ഏറ്റവും വലിയ ലിസ്റ്റ് ഇതാണല്ലോ. 2700 രൂപ വരും. 3700 ഉണ്ട്, 3500 ചെലവ്. ഇനി 200 രൂപ. 350 എന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിച്ചോളൂ, 200 രൂപ ഇതിനകത്തുണ്ട്. 150 എന്നാണ് ഞാൻ പറഞ്ഞത്. 200 ഉണ്ട്. എന്തോ പിടി 2 ദിവസത്തെ ടൂറ് ചെലവ് ഉൾപ്പെടെ. ഞാൻ 2 കിലോ 3 കിലോ ഉണ്ട്. അതിൽ 1 കിലത്തിൽ 8 കിലോ അരി വരും. അപ്പൊ അത് ആമസോൺ ഇത്രയും കേട്ടല്ല. ഇനി 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെയൊന്നും ഊരി പോവില്ല. ഈ പ്രായത്തിൽ ഞാൻ ബുക്ക് ചെയ്താലും രണ്ടാണ് ഇത് തിരുപ്പതി ബ്യൂട്ടി പാർലറിലെ പോയാൽ അവർ തന്നെ വച്ചാൽ മതി. ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്ത പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇത് ഇടണ്ടായിരുത്തി. അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രം കൊള്ളാം. അവിടെ എന്താ കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, 3 കത്തിവേഷങ്ങള്. നീ ഒന്ന് പൊടി വെച്ചേ. നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയതിന്റെ അസൂയാവും. നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തോണ്ട് നടക്കി. അല്ലാതെ നമുക്കിതൊന്നും നല്ല രോഗ്യത പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടി. ഒരു പ്രായത്തിനൊന്നും ഒരു കുഴപ്പമില്ല. സ്വിമ്മിംഗ് പൂളിൽ ചാടിയേ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല. അതൊക്കെ പ്രായം കുഴപ്പമില്ല. അവിടെ സോറിയേ, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. 2 ദിവസം കൂടെ കിട്ടിയെങ്കിലല്ലേ അവിടെ കൊള്ളാം. എന്റെ നമ്മ പിടിച്ചോ. അല്ല അൻസനെ മാത്രമല്ല ശശിലേച്ചിയും പറഞ്ഞു എങ്ങനെ പിള്ളേരെ സാരമില്ല. എനിക്കാണെങ്കിൽ കൂമ്പ് കത്തി നിൽക്കാൻ വീഡിയോ എടുക്കണം. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. 80 രൂപ. 500 ഗ്രാം അണ്ടിപ്പരിപ്പ് എവിടെ 400 രൂപ. അതും കൂടെ അല്ല 250 ഗ്രാം മുന്തിരി കൈ പൊക്കി എനിക്ക് ഒരെണ്ണം കൊണ്ട് തന്നു. ആരാ? ആ, എനിക്ക് കണ്ണ തന്നത്. നാളെ അത് വയ്ക്കുമ്പോ അതിൽ കൂടെ ഇടായിരുന്നു. കഴുത്ത് കരള് എല്ലാം അതിനകത്തിട്ടില്ല. ഇല്ലേ? അത് 2 ഉള്ളിയും കൂടെ ചേർത്ത
വറുക്കാനുള്ള അണ്ടിപ്പരിപ്പ് അത് അവിടെ ഇട്ട് വറുക്കാം ഷൂട്ടിങ്. പണിയെടുക്കണം ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. ഇടയ്ക്ക് നടപ്പുണ്ടല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരി ഇങ്ങിട്ടോ ഞാൻ വറുത്തോണ്ട് പാത്രം തരണേ എനിക്ക്. ഈ പാത്രം നമ്മൾ ചുമ്മാ പറഞ്ഞു തരണേ. ഒന്നും വേണ്ടേ, അത് തന്നെ പറഞ്ഞത്. പാത്രം കുപ്പി എനിക്ക് നല്ല കുപ്പി. മുറിച്ചെടുത്താടി ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാടേ? നേരത്തെ തന്നില്ലേ അത് മറ്റേ ഇട്ടാ അതാണ് തോന്നുന്നു വലിയമ്മ പറഞ്ഞു ഇല പിച്ചല്ലേ അതിലുണ്ട്. അവര് വാങ്ങിച്ചത് മുകളില് മറ്റേ അതിരിക്കല്ലേ ഫ്ലാറ്റില് മറ്റേ വറുത്ത് വെച്ചില്ലേ അതിട്ടാ ഉള്ളി ഇട്ടിട്ട് ഇത് മതി. അല്ലേ അതൊന്നും നല്ല ഷേപ്പിൽ വരും. മറ്റേ സൗദായില്ലേ വരുള്ളൂ. മതി ഫ്ലാറ്റ് കഴുകിയതല്ലോ. ഇല്ല കഴുകി ഉണക്കിയതാണ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ. ഇനി ഒന്ന് കഴുകൊന്നും വേണ്ട, കഴുകി വെയിലത്ത് ഉണക്കിയതാണ്. ഇനി ഈ പാത്രങ്ങളെല്ലാം ഇവിടെ മാറ്റി കഴിഞ്ഞാൽ വിറവ് മാറ്റിയാൽ നോക്കിയാൽ വിളമ്പാൻ പറ്റും. മൈസൂർ ഫ്ലൈയിങ് ക്ലബിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഏത് എമർജൻസിയും കൈകാര്യം ചെയ്യുവാൻ 365 ദിവസവും 24 മണിക്കൂറും എന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ്. അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. മുട്ട കൊണ്ടുവന്നില്ല. മുട്ട നീ എന്നെ നിന്റെ സഹോദരനെ പാര വയ്ക്കാം. അയ്യോ വിചാരിച്ചില്ല. ശകലം ഒന്ന് ചോറ് കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അനു അനു വിളമ്പതില്ലടാ.
ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ അവര് വാങ്ങിച്ചിങ്ങനെ ചെറുത് മാമിയിലുണ്ട്. ചെറിയ ചോറ് കുറച്ച് തട്ടാം. വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. പിള്ളേർക്കൊക്കെ അത് കൊടു. വെള്ളം ഉണ്ടെന്ന് വെള്ളം എന്താണ് വെള്ളം അത് ഗംഗയ്ക്ക് ചോറ് ഓവറാണ്. അല്ല അത് ചിക്കൻ ഒരു പീസ് വെച്ചാൽ സൂക്ഷിച്ചു പോണേ. പൊടിയാണ്. കുക്കമണ്ണിൽ വിറക് അങ്ങോട്ട് എടുത്തോണ്ട് പോയി. വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച് വെച്ചാൽ അടുത്താര് മായ ചെറുത് മതി. അച്ചാറങ്ങ് തിരിച്ചിട്ടു. വേണ്ടത് പറഞ്ഞാൽ മതി. കുഴപ്പമില്ല. എനിക്കും ചെറുതേ. ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. പിന്നെ കയ്യല്ല നാവ്. അയ്യോ എന്ത് പറ്റി? മലയാളാക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? നല്ല മധുരമുള്ള മുളകാ, കഴിച്ചോ. അയ്യോ കൊതിയൻ ആർത്തിയുണ്ട്. പഴയ മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. എരിയുന്നുണ്ടാവും പാവം. എരിയനില്ല എന്നാ ഞാൻ പോയി എരിവുള്ള കാന്താരി മുളക് അച്ചാർ എടുത്തോണ്ട് വരാമേ. നാരങ്ങ അച്ചാർ എടുക്കട്ടെ? നാരങ്ങ അച്ചാറ് പൊക്കണം.
ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു. നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ചോദിച്ചു പാവം കിട്ടാ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.